പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസിന് പിന്നാലെ തിരുവനന്തപുരം സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കുന്നു. ഏപ്രിൽ 5 മുതൽ 30 വരെയുള്ള ഷെഡ്യൂളിലാണ് സർവീസ് ഉൾപ്പെടുത്തിയത്. വിഷുവിനും അവധിക്കാലത്തും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ആശ്വാസ വാർത്ത. ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസിന് പിന്നാലെ തിരുവനന്തപുരം സർവീസും എയർ ഇന്ത്യ എക്സ്പ്രസ് പുനരാരംഭിക്കുകയാണ്. ഏപ്രിൽ 5 മുതൽ 30 വരെയുള്ള ഷെഡ്യൂളിലാണ് മസ്കത്ത് തിരുവനന്തപുരം സർവീസ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കോഴിക്കോട്ടേക്കും കൊച്ചിയിലേക്കുമുള്ള സർവീസുകൾ തീരുമാനമായിട്ടില്ല. ഈ ഷെഡ്യൂളിലും ഇവ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ മസ്കറ്റിൽ നിന്ന് കേരളത്തിലേക്കുള്ള മുഴുവൻ സർവീസുകളും റദ്ദാക്കിയതായി 10 ദിവസം മുമ്പാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നത്. ഏപ്രിൽ 1 മുതലുള്ള ഷെഡ്യൂളിൽ കണ്ണൂർ സർവീസ് ഉൾപ്പെടുത്തിയത് ഏറെ ആശ്വാസമായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏപ്രിൽ 5 മുതൽ 30 വരെയുള്ള ഷെഡ്യൂളിൽ തിരുവനന്തപുരം സർവീസ് കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ കണ്ണൂരിലേക്ക് തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മസ്കറ്റിൽ നിന്നും സർവീസ് ഉള്ളത്. രാത്രി 8:10 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 1:20 കണ്ണൂരിലെത്തുന്നത്. ഇതേ ദിവസങ്ങളിൽ രാത്രി 11:25 മസ്കറ്റിൽ നിന്ന് പുറപ്പെടുന്ന തിരുവനന്തപുരം സർവീസ് പുലർച്ചെ 4:55 തിരുവനന്തപുരത്തും എത്തിച്ചേരും. മാത്രമല്ല, പ്രവാസികളുടെ യാത്രാ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാതെ തുടരുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ എംബസിയും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കഴിഞ്ഞ ദിവസം കൈരളി ഒമാൻ ആവശ്യപ്പെട്ടിരുന്നു. ചാർട്ടേഡ് വിമാനങ്ങൾ ഒരുക്കുകയോ കൂടുതൽ സർവീസ് നടത്തുന്ന വിമാനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയോ ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. വിമാനക്കുറവും പ്രവാസികളുടെ യാത്രാപ്രയാസവും ഉടനടി പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നും പ്രവാസികൾക്ക് അടിയന്തരമായി യാത്രാ ആവശ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓൺലൈൻ സംവിധാനം സജ്ജമാക്കണമെന്നായിരുന്നു കൈരളി ഒമാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും പ്രവാസികളെ പ്രയാസപ്പെടുത്തുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ നടപടികൾക്കെതിരെയും പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതുകൊണ്ട് തന്നെ യാത്രാ പ്രതിസന്ധി പരിഹരിച്ച് നാട്ടിലേക്ക് മടങ്ങാനെത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് പ്രവാസികൾ. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.